നമ്മുടെ കയ്യിലുള്ള തിരിച്ചറിയൽ രേഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ആദ്യം പറയുക? ആധാർ ആണെന്നായിരിക്കും നമ്മളുടെ ആദ്യത്തെ ഉത്തരം. എന്നാൽ അതിനിപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നമ്മൾ നിരന്തരം കാണുന്ന ഒരു വാർത്തയാണ്, നമ്മുടെ ആധാർ ഇനി മുതൽ ജനന തീയതിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാര്യം വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു IT എംപ്ലോയി ഇപ്പോൾ ഒരു പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആധാർ കാർഡ് നമുക്ക് ജനന തീയതിയായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെ സാധിക്കുകയില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട്, അതുപോലെ പാൻ കാർഡ് തുടങ്ങിയവയ്ക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ EPFOയിലും അതേ മാറ്റം അവർ അംഗീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആധാറാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കാണാം, ആധാർ ജനന തീയതിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രം ആണ് എന്നുള്ളത്. അപ്പോൾ ആധാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഈ ആധാർ നമുക്ക് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബയോമെട്രിക് രേഖകൾ കൃത്യമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആധാർ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് നിങ്ങൾക്ക് ഈ ആധാർ നമ്മൾ തന്നെയാണ് എന്ന് തിട്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് UIDAI ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണ്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. അപ്പോൾ സർക്കാർ ഇത് കൊണ്ടുവന്നിരിക്കുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മുടെ തിരിച്ചറിയൽ രേഖ ഡിജിറ്റലായിട്ട് രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇനി മുതൽ ആധാർ എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ആണെങ്കിൽ ഒരു മാസ്റ്റർ കീ ആയിട്ട് ആധാർ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആധാറിലെ ജനന തീയതിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ SSLC ബുക്ക്, ബർത്ത് സർട്ടിഫിക്കറ്റിലെ ജനന തീയതിയും ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യുക. കാരണം വെച്ചാൽ ഭാവിയിൽ അത് വലിയ ദോഷം ചെയ്യും. അപ്പോൾ ഇത് വളരെ വിലപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിൽ ഈ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആധാറിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ST ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പിന്നെയും സംശയമുള്ളതായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ കൃത്യമായിട്ട് ഒന്നുകൂടെ ചെയ്തു തരുന്നത്. അപ്പോൾ ആധാറിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന അപ്ഡേഷൻസ് കൃത്യമായിട്ട് 10 വർഷം ഇടവേളയിൽ നിങ്ങൾ ചെയ്യണം. 10 വർഷം ഇടവേളയിൽ ആധാറിൽ മാറ്റം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബയോമെട്രിക് അപ്ഡേഷൻസ് മാത്രമല്ല, അതുപോലെ ഡോക്യുമെൻറ്റ്സ്, അതായത് ഈ ആധാറിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള 2 പ്രൂഫുകൾ അപ്ലോഡ് ചെയ്ത് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അത് ചെയ്യണം. അതോടൊപ്പം തന്നെ 5, 10, 15, 18 എന്നീ വയസ്സുകളിൽ കൃത്യമായിട്ട് മാൻഡേറ്ററി അപ്ഡേറ്റും ആധാറിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആധാർ മാത്രമേ വാലിഡായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബയോമെട്രിക്കുകൾ നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ പാൻ കാർഡ് ആയിക്കോട്ടെ, പാസ്പോർട്ട് ആയിക്കോട്ടെ, മറ്റുള്ള ഈ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും നമ്മുടെ ബയോമെട്രിക് അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആധാർ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ RTO സംബന്ധമായിട്ട് ആധാർ ലിങ്ക് ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ആധാർ ചെക്ക് ചെയ്യുക. ആധാറിലെ പേര് തന്നെയാണോ നിങ്ങളുടെ വണ്ടിയുടെ RC ബുക്കിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പുകയും മറ്റ് പൊല്യൂഷൻ്റെ കാര്യങ്ങളും മറ്റും എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആധാറിൽ ഫോൺ നമ്പർ നിർബന്ധമായിട്ട് ലിങ്ക് ആയിരിക്കണം. ആ ലിങ്ക് ചെയ്ത ഫോണിലായിരിക്കും OTP വരുന്നത്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പുകയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആധാറിൽ ഈ വന്ന മാറ്റം, ഇപ്പം ഇനിയും പല മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് QR കോഡ് മാത്രമായിട്ട് ആധാർ വരുന്നു എന്നൊരു അഭ്യൂഹങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വെക്കുക. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ആധാർ സേവാ സെൻറ്റർ, നമ്മുടെ തൊട്ടടുത്തുള്ള ഇപ്പോൾ കോമൺ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ, അക്ഷയ സെൻറ്റർ ആയിക്കോട്ടെ, അവിടെ ഈ പറഞ്ഞ പോലെ ആധാറിൻ്റെ സേവനം ഉള്ളിടത്ത് പോയിട്ട് നിങ്ങളുടെ ആധാർ ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളെല്ലാം മാൻഡേറ്ററി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവരോട് സഹായം ചോദിച്ച് അത് കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വിലപ്പെട്ട വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലും ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.